നെന്മാർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. കെ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. പഠിക്കാൻ മിടുക്കന്മാരായ കുട്ടികളും പഠിപ്പിക്കാൻ അതിനേക്കാൾ മിടുക്ക് തെളിയിക്കുന്ന അധ്യാപകരും അത്തരമൊരു സ്ഥാപനത്തിൽ PTA എന്ന നിലയിൽ ആ സ്കൂളിന്റെ സമഗ്രമായ വികസനത്തിന് ആവശ്യമായ രൂപത്തിൽ നല്ല ഇടപെടൽ നടക്കുന്ന ഒരു PTA കമ്മിറ്റിയും ഉണ്ടെങ്കിൽ ആ ഒരു വിദ്യാലയം ഏറ്റവും മികവുറ്റതായി യാതൊരു വിധത്തിലുള്ള ഫലവും ഇച്ഛിക്കാതെ പ്രവർത്തിക്കുന്ന ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന നിരവധി അധ്യാപകർ സമയവും കാലവും നോക്കാതെ കുടുംബത്തിലെ പ്രയാസവും പ്രശ്നങ്ങളും അറിയിക്കാതെ അവരുടെ കുട്ടികളെ ജയിപ്പിക്കുക, അവരുടെ വിദ്യാലയം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാലയവും ഏറ്റവും നന്നായിട്ട് പോകാറുണ്ട്. അപ്പോൾ ആ പഠന മികവ് അതാ വിദ്യാലയത്തിൽ മാത്രം ഒതുക്കിയിടേണ്ടതല്ലെന്നും ഞങ്ങൾ ഒരു വർഷത്തിനകം ഒരു അധ്യയന വർഷത്തിൽ ഞങ്ങളുടെ സ്കൂളുകൾ എന്തെല്ലാം നേടിയെടുത്തു, എന്തെല്ലാം നേട്ടങ്ങളുണ്ടാക്കി, ഇനി ഞങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് എന്നത് ഈ പഠനോത്സവത്തിലൂടെ ജനമധ്യത്തിലേക്ക് ഇറങ്ങി വരികയാണ് ഇതിൻ്റെ ഭാഗമായി ഇന്നിവിടെ നടത്തുന്നത്. PTA പ്രസിഡന്റ് സുരേഷ് അനന്തരാമൻ അധ്യക്ഷനായി. നെന്മാറ പാർക്ക് മൈതാനിയിൽ നടന്ന പരിപാടിയിൽ പ്രധാന അധ്യാപിക C ചന്ദ്രിക മികവ് അവതരണം നടത്തി. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് K ശശിധരൻ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ R ചന്ദ്രൻ സന്നിധനായി. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിത ജയൻ, കൊല്ലങ്കോട് BPC ഹരിസെന്തിൽ, SMSC ചെയർമാൻ ചെല്ലേഷ്, PTA വൈസ് പ്രസിഡന്റ് മോനിഷ, SMSC വൈസ് ചെയർമാൻ K വിനേഷ്, MPTA പ്രസിഡന്റ് റെജിന ഷെരീഫ്, അധ്യാപകർ, മറ്റു ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. പ്രിൻസിപ്പൽ S ജ്യോതി സ്വാഗതവും വിദ്യാർത്ഥി B ഋത്വിക് കൃഷ്ണ നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. കൂടെ പിറപ്പല്ല ഇവനെന്റെ നിറമല്ല, മതമല്ല ഇവനെന്റെ ജാതിയല്ല, ഭേദങ്ങളതിരിട്ട കെട്ട കാലത്തിന്റെ മുമ്പേ പിറന്നവൻ കൂട്ടുകാരൻ. കഥ പറയാമെന്ന് പഞ്ചവൻ കാട്ടിലെ കിളിമകളെ, പഞ്ചവടിയിലെ സീത പെണ്ണിനെ മഞ്ചളിലാട്ടി കഥ പറയൂ. വാരിയെടുക്കാനും താരാട്ടു പാടാനും ഏറെ കൊതിയുണ്ടേ പൊന്നും കട്ടേ. 1 3 5 ചേർന്നാൽ 9 ആയല്ലോ. 3 വർഗം 9 തന്നെ, 3 വർഗം 9 തന്നെ. UTV ന്യൂസ് പാലക്കാട്.